കൊല്ലം നിലമേൽ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. വാഹനത്തിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നീക്കം. ബസിന്റെ മോശം അവസ്ഥയിൽ സ്കൂൾ അധികൃതരോടും വിശദീകരണം തേടും. മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ന്യൂട്രോൺ ചേർന്നുള്ള രണ്ട് ഷോക്കുകളിലോ ഒന്നിൻ്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്, അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു പ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം, ഇതിൽ പൂർണ്ണമായും ഡ്രൈവറുടെ ഒരു പിഴവ് അത് മോട്ടോർ വാഹന വകുപ്പിന് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, നിലമേൽ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ബസിന്റെ മോശം അവസ്ഥയാണെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ബോധ്യമാവുകയും ചെയ്തിരുന്നു. സ്കൂളിന് ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രൈവറുടെ വിശദമായ മൊഴിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലീപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കാനുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടത് കിളിമാനൂർ പാപ്പാല ബസ്സായിരുന്നു. 24 പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 22 വിദ്യാർത്ഥികളായിരുന്നു. 22 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. പരിക്ക് ഗുരുതരമല്ലായിരുന്നു. ശരിക്കും ഈ കയറ്റം കയറുന്നതിനിടയിലായിരുന്നു രഞ്ജിത്ത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നിലേക്ക് വാഹനം വന്ന് ഒരു താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നെങ്കിൽ പോലും ഒരു കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ 3 കുട്ടികളെയും ഡ്രൈവറെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ ദിവസം തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ എടുത്തു പറയാം, ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നു, എന്നാൽ നിസ്സാര പരിക്കുകളായിരുന്നു. അതുപോലെ തന്നെ ഈ കടക്കൽ താലൂക്ക് അടക്കം വിദ്യാർത്ഥികൾ പ്രവേശിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതരോട് ഇപ്പോൾ MVD വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഇന്ന് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, വിനീഷ് വിവരങ്ങൾ പങ്കുവച്ചു.